ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ, നാരദ പരീക്ഷ. കൃഷ്ണ ഹരി ജയ, കൃഷ്ണ ഹരി ജയ, കൃഷ്ണ ഹരി ജയ, കൃഷ്ണ ഹരി. മായതൻ മായത്താൽ മാനുഷനായൊരു മാധവൻ തന്നൂടെ മന്ദിരത്തിൽ മാലോകർക്കുണ്ടായ മാലെല്ലാം തീർത്തിട്ടു മാനിനിമാരുമായി മേവും കാലം നാരദ മാമുനി നന്ദി നിന്നിടിനാൻ വാരിജലോചനൻ വൈഭവത്തെ. 82000 ഭാര്യമാരുണ്ടല്ലോ, എന്നെ നീ പുണേണമെന്നും ചൊല്ലി എണ്ണമറ്റിടുന്ന മന്ദിരം തോറുമി കണ്ണൻ താനെങ്ങനെ പാഞ്ഞുകൊള്ളൂ. ചിന്തിച്ച തോറുമിൻ നെഞ്ചകം തന്നിലിന്നന്ധത എന്നീയെ കണ്ടുതില്ലേ. സുന്ദരിമാരുടെ മന്ദിരം തോറുമിന്നിവനെങ്ങനെ നിന്നു ന്യായം എന്നതു കാണേണമെന്നങ്ങു ചിന്തിച്ചു ചെന്നു തുടങ്ങിനാൻ ദ്വാരകയിൽ. മുമ്പിനാൽ കണ്ടോരു മന്ദിരം തന്നിലങ്ങമ്പോടു പോകിനാനദരവിൽ. കേടറ്റു നിന്നുള്ള വേദങ്ങൾ തന്നുള്ളിൽ ഗൂഢനായി മേവുന്ന ദേവൻ തന്നെ. തിണ്ണമാണഞ്ഞുടൻ പുണ്യമീ എന്നുള്ള കണ്ണീണ തന്നീലങ്ങാക്കിക്കൊണ്ടാൻ ചാമരം കൊണ്ടങ്ങു വീതു തുടങ്ങിന കാമിനി തന്നെയുമവണ്ണമേ. നാരദൻ വന്നതു കണ്ടോരു നേരത്തു വാരിജലോചനൻ പാരാതെ താൻ ആസനം മുമ്പായ സാധനം നൽകി നിന്നാദരിച്ചിടീനേനായ വണ്ണം. മാനിതനായൊരു മാമുനി താനപ്പോൾ മാധവൻ ചാരത്തു നിന്നു. പിന്നെ മറ്റൊരു മന്ദിരം തന്നീലകം പൂക്കാൻ വറ്റാതെ നിന്നോരു കൗതുകത്താൽ മാധവൻ മുന്നൽ തൻ മാനിനിമാരുമായി ചോദു പോരുന്നതു കാണായപ്പോൾ മാമുനി വന്നതു കണ്ടോരു മാധവൻ മാനിച്ചു നിന്നു മാതിർക്കും വണ്ണം. മുന്നമേ വന്നുതോ എന്നങ്ങു ചോദിച്ചാൻ മുന്നം താൻ കണ്ടീല എന്ന പോലെ. എന്നതു കേട്ടോരു നാരദ മാമുനി ഏതുമേ മിണ്ടാതെ നിന്നു. പിന്നെ വേഗത്തിൽ പോയങ്ങു ചാരത്തു നിന്നൊരു ഗേഹത്തിൽ പോകിനാനകുലനായി. ബാലകന്മാരെ തൻ മാറിലങ്ങാക്കിയിട്ടു
ലാളിച്ചു നിന്നതു കാണായപ്പോൾ പെട്ടെന്നെഴുന്നേറ്റു പേശലമായൊരു വിഷ്ടരം നൽകിനാഥനപ്പോൾ വിഷ്ടരം പോകിന നാരദൻ തന്നോടു തുഷ്ടനായി നിന്നു പറഞ്ഞാൻ പിന്നെ ഒട്ടുനാൾ കൂടിയിട്ടു കാണുന്നതിന്നിപ്പോൾ ഇഷ്ടരായുള്ളവരെന്തിങ്ങനെ പുത്രരുമായിട്ടു മന്ദിരം തന്നിലെ നിത്യമായി നിൽപ്പൂതേയുള്ളൂ ഞാനോ കാലമോ പോമല്ലോ ബാലകന്മാരുടെ ലീലകളോരോന്നേ ചലക്കണ്ടാൽ പൈതങ്ങളുണ്ടാകിൽ പൈതന്നെയുണ്ടാക കൈതവമല്ല ഞാൻ ചൊന്നതൊട്ടും സംഗീകളായവർ ചൊല്ലുന്ന വാർത്തകളിങ്ങനെ ഓരോന്നേ ചൊല്ലിപ്പിന്നെ ബാലകന്മാരെയും ചാല പുണർന്നു തന്നാലയം തന്നീലേ നിന്ന നേരം ഓർച്ച പൂണ്ടിടുന്ന നാരദ മാമൂലി ഓടി ഞാനന്യമാമന്ദിരത്തിൽ മജ്ജനത്തിനു തുടങ്ങി നിന്നിടുന്നോരച്യുതൻ തന്നെയും കണ്ടാനപ്പോൾ അന്യമായുള്ളൊരു മന്ദിരം തന്നിലെ പിന്നെയും ചെന്നങ്ങു പോകും നേരം അജ്ഞത വേറായുള്ളാരണർ ചുഴറ്റു യജ്ഞങ്ങൾ കൊണ്ടു യാചിച്ചു നന്നായി നാഗികൾ ദോഷത്തെ നൽകി നിന്നിടുന്ന നാഥനെ കാണായി ചെനുറ്റപ്പോൾ നിഷ്കളമെന്നങ്ങു ചൊൽകേണ്ട ബോധത്തെ നിശ്ചലമായൊരു മനസ്സത്തിൽ ചേർത്തു നിന്നിടുന്നതമ്പോടു കാണായി ദാസ്ഥയോടങ്ങോരു മന്ദിരത്തിൽ വാളുമേടുത്തു നൽ ചർമാവുമായിട്ടു മേളത്തിൽ നിന്നു പയറ്റി നന്നായി ശീലിച്ചു നിന്നോരു നീലകാർവർണ്ണനെ കാലത്തെ ചെന്നങ്ങു കണ്ട പിന്നെ മറ്റൊരു മന്ദിരം പുക്കോരു നേരത്തു മറ്റൊരു ജാതിയിൽ കാണായിതും ഇങ്ങനെയോരോരോ മന്ദിരം തോറുമംഗലനായൊരു മാമുനി താൻ കണ്ടു കണ്ടേറ്റവും വിസ്മയിച്ചിടിനാർ കൊണ്ടൽ നേർവർണ്ണന്റെ വൈഭവത്തെ മുമ്പിനാൽ ചെന്നോരു മന്ദിരം തന്നിൽ ചെന്നംബുജലോചനോടും കൂടി മായതൻ വൈഭവം കൊണ്ടു പറഞ്ഞിട്ടു മാനിച്ചു നിന്നു നൂറും നേരം മാധവൻ തന്നോടു യാത്രയും ചൊല്ലിട്ടു മാർഗാതെ പോയാന മാമുനിയും നാരായണ ഹരി നാരായണ ഹരി നാരായണ